ഇന്നലെ മഴയിൽ കുതിർന്നു പോയ വിത്ത് വെണ്ടയ്ക്കയെ പറ്റി പറഞ്ഞിരുന്നല്ലോ. എന്നിട്ട് അത് ഉണക്കിയെടുത്ത വിധവും ഇന്നലെ വിവരിച്ചിരുന്നു. അത് ഉണക്കി ഒരു ചെറിയ ഡപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ തന്നെ അതിലൊരു കുറച്ച് പൂപ്പലൊക്കെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് വെള്ള നിറമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കുറച്ച് വിത്തുകൾ ഇന്ന് തന്നെ കുഴിച്ചിട്ട് നോക്കാം, എന്താണ് അവസ്ഥ എന്നറിയണ്ടേ. പിന്നെ കൂടുതൽ കാലം എടുത്തേക്കണമെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വിത്ത് അല്ലെങ്കിൽ ഓൺലൈൻ വാങ്ങുന്നതിനൊക്കെ ഒരു ചുവന്ന കോട്ടിങ് കാണും. അവരെന്തോ പ്രിസർവേറ്റീവോ കീടനാശിനി എന്തോ പുരട്ടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. വെണ്ട വിത്തിന് മാത്രമല്ല, എല്ലാ വിത്തുകൾക്കും അങ്ങനെ ഒരു ചെറിയ കോട്ടിങ്ങൊക്കെ കാണാറുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാടൻ പരീക്ഷണമാണല്ലോ. വിത്തിന് വെച്ച വെണ്ടയ്ക്ക് ആകെ നനഞ്ഞ് കുതിർന്ന് പോയിരിക്കണം. പൊളിച്ച് നോക്കിയപ്പോൾ വിത്തുകളൊക്കെ ഉണ്ട്. തിരക്കെട്ടില്ലാത്ത കളറുള്ള വിത്താണ്, കറുപ്പ് നിറത്തുള്ള വിത്താണ്. വെച്ചാൽ പാകമായ വിത്തായിരിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതൊക്കെ വിടർത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക് ട്രേയിലേക്ക് വിത്ത് മാറ്റി വെച്ചിട്ട് വായുവിൽ ഉണക്കിയെടുക്കാൻ പറ്റുമോ നോക്കുകയാണ്. നനവ് കളയാവുന്നത്, എന്നാലേ കുറച്ച് കാലം എടുത്തേക്കാൻ പറ്റുള്ളൂ. പക്ഷെ മിക്കവാറും അതൊന്നും ചെയ്യാൻ പറ്റില്ല. മിക്കവാറും പൂപ്പൽ വരും. നല്ല മഴയുള്ള കാലമായതുകൊണ്ട് ഇത് നനവ് പോയി കിട്ടാൻ തന്നെ കുറച്ച് പാടുപെടും. എന്തായാലും ഒരു പരിശ്രമം. നല്ലോണം ഉണങ്ങി കിട്ടിയാലേ കുറച്ച് കാലത്തേക്കെങ്കിലും എടുത്തേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തായാലും പൂത്ത് ഉറപ്പാണ്. ഇനിയിപ്പോൾ ഇത് ഉണക്കാൻ എന്താ വഴി നോക്കട്ടെ. ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം റൂമിൽ കുറയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. AC ഓണാക്കിയാൽ മതി. ഞാനിപ്പോൾ AC ഓണാക്കിയിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇപ്പോൾ 21.1 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് കാണിക്കണത്. AC കൂടെ ഞാൻ ഫാനും ഇട്ടിട്ടുണ്ട്. കാരണം AC ഇട്ടാൽ അതിൻ്റെ ഇഫക്റ്റ് വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം കൂടുതൽ നേരം AC ഇടുന്നതിന് നല്ല ചിലവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മഴക്കാലത്താണ് AC നമുക്ക് ആവശ്യമില്ല. ഇതൊരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 10:15 സമയം. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ നോക്കാം. 10:16 അപ്പോഴേക്കും തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടില്ല. 21.7 തന്നെയാണ്, അല്ല 27.1 തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഹ്യൂമിഡിറ്റി അതാ 94ലേക്ക് കുറഞ്ഞു, പിന്നെ 93 പിന്നെ AC സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 24 ഡിഗ്രിയാണ്. അതൊന്നും എത്തിയിട്ടില്ല. കുറച്ച് സമയമെടുക്കും. റൂമിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് കൂളിംഗ് ഒക്കെ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അതിന് മുമ്പ് തന്നെ ഹ്യൂമിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഹ്യൂമിഡിറ്റി കുറയുന്നത് നമ്മുടെ വായുവിലുള്ള ഹ്യൂമിഡിറ്റി AC അവിടെ എത്തുമ്പോൾ അത് കണ്ടൻസ് ചെയ്ത് വെള്ളമായി മാറും. എന്നിട്ട് അത് അതിൻ്റെ ഡ്രെയിനിൽ കൂടെ പോകും. അതായത് കൂളിംഗ് കോയിലിൻ്റെ മുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ളം പതുക്കെ ഡ്രെയിൻ ചെയ്ത് ഡ്രെയിനിൽ കൂടെ പോകും. അപ്പോൾ ആ പോകുന്നത് നമ്മുടെ റൂമിലുള്ള നീരാവി വെള്ളമായിട്ട് പോകുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം മുറിയിൽ നിന്ന് കുറഞ്ഞു കിട്ടും. ഇതിപ്പോൾ ഒരു പരീക്ഷണത്തിനായിട്ട് ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഈ വെണ്ട വിത്ത് ഉണക്കാൻ അതങ്ങനെ മുതലാവണ പരിപാടിയൊന്നുമല്ല. വെണ്ട വിത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ അത്രയും വില വരില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ഞാൻ കണക്കൂട്ടി നോക്കിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ഒരു കൗതുകത്തിന്, പിന്നെ ഈ മീറ്ററിൻ്റെ പ്രവർത്തനം കാണിച്ചു തരാനും കൂടിയാണ്. അതായത് കുറച്ച് നേരം, ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുള്ളൂ. 2 മിനിറ്റ് ആകുമ്പോഴേക്കും 99% ഹ്യൂമിഡിറ്റി ഉള്ളത് 89%. അതിങ്ങനെ പെട്ടെന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. മഴക്കാലം, ശക്തമായ മഴക്കാലമായതുകൊണ്ട് ഇത്ര സ്ലോ. അല്ലെങ്കിൽ ഇതിലും ഫാസ്റ്റായിട്ട് കുറയും. ഇതിപ്പോൾ ടെമ്പറേച്ചർ ആകെ കുറഞ്ഞിരിക്കുന്ന ഒരു 0.1 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. മറ്റേതിപ്പോൾ തന്നെ 11% കുറഞ്ഞു കഴിഞ്ഞു. ഫാൻ ഇട്ടുണ്ട് ഞാൻ. ഫാൻ ഇടാൻ കാരണം വെച്ചാൽ എന്നാലേ എയർ സർക്കുലേഷൻ ശരിയായിട്ട് നമ്മൾ ഈ മീറ്ററും വെണ്ട വിത്തുകളും വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് വരില്ല. AC തൊട്ടടുത്ത ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അപ്പോൾ ഇഫക്റ്റ് കുറയുമ്പോൾ നമ്മൾ കൂടുതൽ നേരം വേണ്ടി വരുമല്ലോ ഇത് കാണിച്ചു തരാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഈ ടെക്നിക്ക് കാണിച്ചു തന്ന ശേഷം അത് ഓഫ് ചെയ്യും. എന്നിട്ട് പിന്നെ ഫാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന റൂമായതുകൊണ്ട് ഫാൻ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു 92-93, ചിലപ്പോൾ 91% ഈ റൂമിൽ ഞാൻ ഹ്യൂമിഡിറ്റി കാണാറ്. ഇതിൻ്റെ റേഡിയോ ഷാക്കാണ്, MH റേഡിയോൻ്റെ ഷാക്കിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം അവിടെ ഞാൻ പലപ്പോഴും AC ഇടേണ്ടി വരാറുണ്ട്. കാരണം റേഡിയോ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതൽ നേരം വർക്ക് ചെയ്യുകയാണെങ്കിൽ AC ഇടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ചിലവായിട്ട് ഞാൻ കണക്ക് കൂട്ടാറില്ല. നമ്മുടെ വേറൊരു പ്രവൃത്തിക്ക് വേണ്ടി വരുന്ന ചിലവ് എന്നുള്ള കണക്കിലാണ് കൂട്ടുക. അത് എപ്പോഴും വേണ്ടി വരില്ല, ചിലപ്പോൾ മാത്രം. ഇതായിപ്പോൾ ഇതാ ടെമ്പറേച്ചർ ആകെപ്പാടൊരു 0.2 ഡിഗ്രിയാണ് കുറഞ്ഞിട്ടുള്ളൂ. പക്ഷേ
ഹ്യൂമിഡിറ്റി എത്ര കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കൂ. 85 എന്ന് വെച്ചാൽ 14% കുറഞ്ഞിരിക്കുന്നു 4 മിനിറ്റ് കൊണ്ട്. പിന്നെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇനിയും കുറഞ്ഞു, 84 ഇനി ഞാൻ നിർത്തുകയാണ്. കാരണം ഇനി അത് തുടരാൻ പറ്റില്ല, ആവശ്യമില്ലാത്തതുകൊണ്ടാണ്.